മലർമാതിൻ കാലൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലോതേ ചെലുചേലേയും കിലുമും കാഞ്ചന. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വിഷു കൂടി വരവായി. കണി കണ്ടുണർന്ന് വാക്കിലും നോക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും കോടിമുണ്ടിൻ്റെ നന്മയും കൊന്നപ്പൂക്കളുടെ ഭംഗിയും കൈനീട്ടത്തിൻ്റെ ഐശ്വര്യവും നിറയുന്ന ഒരു നല്ല വിഷു ആവട്ടെ. വിഷു ഒരുക്കത്തിൽ തുടക്കം വിളക്ക് തിരുമൽ തന്നെ. വിളക്ക് തിരുമാൻ പൂഴിമണ്ണിനേക്കാൾ കെങ്കേമൻ വേറെ ആരും തന്നെയില്ല. പൂഴിമണ്ണിൻ്റെ ഉരസലാൽ ക്ലാവോടുകൾ എല്ലാം തന്നെ വെള്ളോടുകളാകുമെന്നതിൽ തർക്കമില്ല. എട്ടുകാലികൾ നാളെയും ഇനിയും അടിത്തറ മുതൽ കെട്ടണമല്ലോ എന്ന വിഷമത്തിലകപ്പെട്ടു. സാരമില്ല, കഠിനാധ്വാനമാണല്ലോ എല്ലാറ്റിൻ്റെയും ഉറവിടം. വിഷുക്കണിയൊരുക്കത്തിൽ പ്രധാനി കണിക്കൊന്ന തന്നെ. മേടമാസപ്പുലരിയിൽ മഞ്ഞപ്പൂങ്കുലകളാൽ മൂടി ഓരോ കൊന്നമരങ്ങളും ലോകമെമ്പാടും പൂത്തുലഞ്ഞു നിൽക്കുന്നു. അങ്ങനെ മരത്തിൽ നിന്ന് ആരൊക്കെ ആലോഞ്ഞെടുപ്പ് വിട്ട് ഓരോ കൊന്നപ്പൂക്കളും കണിക്കണത്തിലേക്ക്. അങ്ങനെ ശേഖരിച്ച കൊന്നപ്പൂക്കളുമായി ഗ്രഹത്തിലേക്ക്. വഴിയോരങ്ങളെല്ലാം കൃഷ്ണവിഗ്രഹങ്ങളാൽ നിറഞ്ഞു. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, അങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ. കാർമുകിൽ വർണ്ണൻ്റെ കള്ളച്ചിരിയിൽ ഓരോ ജീവജാലങ്ങളും മനം മയങ്ങി നിന്നു. കണിവെള്ളരി, മത്തൻ, പടവലം, പലതരം ഫലങ്ങൾ അങ്ങനെ സമ്പൽ സമൃദ്ധിയാൽ ഓരോ കടകളിലും നിറഞ്ഞു. ഓരോ കൃഷ്ണവിഗ്രഹത്തിൻ്റെയും മാറോടലിഞ്ഞു ചേരാൻ വിവിധ ഇനം പൂമാലകൾ. തെച്ചിപ്പൂമാല, തുളസിമാല, മുല്ലമൊട്ടുമാല എന്നു വേണ്ട അങ്ങനെ പലവിധം. പൂത്തിരി, കൊരവപ്പൂക്കൾ, ചക്രം, പടക്കം, അങ്ങനെ വിഷുവിനെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ പലവിധം വഴിയോരങ്ങളിൽ നിരന്നു. സന്ധ്യ മയങ്ങും മുൻപ് മുറ്റത്തെ മൂദേവിയെ മാറ്റി ശ്രീദേവിയെ ആനയിക്കാൻ ഉള്ള തയ്യാറെടുപ്പായി. ചാണകം തളിച്ച് ശുദ്ധീകരിച്ച് മുറ്റമൊരുക്കി. അന്തരീക്ഷത്തിലെ രോഗാണുക്കളെയും ദുർഗന്ധവും അകറ്റാൻ കുന്തിരിക്കം പുകയ്ക്കൽ ഒരു കെങ്കേമ പ്രക്രിയ തന്നെ. ഗന്ധം ചെന്നതും ചെറുജീവികൾ തൻ്റെ സഹവാസം വിട്ട് മറ്റു പാർപ്പിടങ്ങളിലേക്ക്. കണിയൊരുക്കത്തിന് തയ്യാറായി എല്ലാവരും തട്ടങ്ങളിലേക്ക്. ശേഖരിച്ചു വെച്ച കുന്നിക്കുരുകൾ നാഴിയിൽ പകിട്ടേറാൻ കണിത്തട്ടിലേക്ക്. ചുവന്ന പൂക്കൾ ഒരുക്കത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. അങ്ങനെ തിരിനാളങ്ങളാൽ ജ്വലിക്കാൻ എണ്ണയാൽ മൂടപ്പെട്ട് വിളക്കൊരുങ്ങിക്കഴിഞ്ഞു. മയിൽപ്പീലി ശിരസിൽ വഹിച്ച് തുളസിമാല മാറിൽ ചാർത്തിയ കൃഷ്ണന് 1000 സൂര്യ തേജസ്സിൻ്റെ ഭംഗി തന്നെ. വിഷുപുലരിയെ വരവേൽക്കാൻ അങ്ങനെ ഓരോ ഗ്രഹങ്ങളും തയ്യാറെടുത്തു കഴിഞ്ഞു.
ഏറെ നിലാവായി നിൽക്കുന്ന ചന്ദ്രനോ അതോ വിഷുപ്പുലരിയെ വരവേൽക്കുന്ന പൂത്തിരിക്കും കൊരവപ്പൂവിനുമോ പ്രകാശം കൂടുതൽ? അതാ ആകാശം മുട്ടെ കുതിച്ചു പൊങ്ങി കൊരവപ്പൂക്കൾ. കാഴ്ച കൗതുകതരം തന്നെ. അങ്ങനെ പൂത്തിരികൾ മൂവരുടെയും കൈകളാൽ വൃത്തങ്ങൾ എഴുതി കുട്ടിക്കുറുമ്പനിതാ പൂത്തിരി എന്നും ഒരു കൗതുകം തന്നെ. അങ്ങനെ വിഷുപ്പുലരി എത്തി. അതിരാവിലെ ഉറക്കമുണർന്ന് കണി കാണാൻ ഓരോരുത്തർ വരി വരിയായി പൂമുഖത്തേക്ക്. കൊളുത്തിവെച്ച തിരുനാളത്താൽ കരിമുകിൽ വർണ്ണന്റെ ശോഭ അവർണ്ണനീയം തന്നെ. കുളി കഴിഞ്ഞപ്പോഴേക്കും നാമജപങ്ങൾ കാതിൽ മുഴങ്ങി. വിഷു കൈനീട്ടത്താൽ നിറഞ്ഞു തുളുമ്പി ഓരോ കരങ്ങളും. അങ്ങനെ അടുത്ത വിഷുപ്പുലരിയെ, വിഷുക്കണിയെ, വിഷു കൈനീട്ടത്തെ വരവേൽക്കാൻ അടുത്ത മേടമാസ പുലരി വരെയുള്ള കാത്തിരിപ്പ് ആരംഭിച്ചു കഴിഞ്ഞു.